മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പ്രഥമമായി വളരെ പ്രാധാന്യത്തോടു കൂടി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലകളിലെല്ലാം സമൂഹത്തെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. എന്തുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമായ തൗഹീദിന് പ്രാധാന്യം നൽകി എന്ന് ചോദിച്ചാൽ, ആ തൗഹീദ് ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതോടുകൂടി മറ്റുള്ള അമലുകളെല്ലാം തകർന്നു തരിപ്പണമായി പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ പിന്നീട് ആ മനുഷ്യൻ ചെയ്ത നന്മകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല, കബൂലാക്കുകയില്ല. സൂറത്തു സുമറിലെ 65-ാമത്തെ വചനം നമ്മളൊക്കെ പല തവണ കേട്ടതാണ്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പോൾ ഈ ആയത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഷിർക്ക് അതീവ ഗുരുതരമാണ്. അതുകൊണ്ടാണ് പിതാവായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനെ ഉപദേശിച്ചത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അളീം. വാപ്പ മകനെ ഉപദേശിച്ചപ്പോൾ ആദ്യമായി എടുത്തു പറഞ്ഞത്, മോനെ നീ ജീവിതത്തിൽ ഷിർക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഷിർക്ക് നിന്റെ ജീവിതത്തിൽ വന്നാൽ അത് ഏറ്റവും വലിയ ദുൽമാണ് എന്ന് ആ മകനെ ഓർമ്മപ്പെടുത്തുന്നു. നോക്കൂ, തിരിച്ചും മകൻ വാപ്പയെ ഓർമ്മപ്പെടുത്തിയ ചരിത്രവും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവായ ആസറിനെ ഓർമ്മപ്പെടുത്തിയതും ഇത് തന്നെയാണ്. യാ അബത്തി, അല്ലേ, ആവർത്തിച്ച് പൊന്നു പിതാവേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ച ചോദ്യം, ലിമ തഅ്ബുദു മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പിതാവെ, കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത, ഉപകാരമോ അപകാരമോ ചെയ്യാത്ത ഇവയെ എന്തിനാണു നിങ്ങൾ ആരാധിക്കുന്നത്? റബ്ബിൽ നിന്ന് എനിക്ക് കൃത്യമായ നിർദ്ദേശം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ നിർദ്ദേശങ്ങളെ പിൻപറ്റണം. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എൻ്റെ കൽപ്പനകളെ പിൻപറ്റിയാൽ അഹ്ദിക സിറാത്തൻ സവിയ്യ. വാപ്പ മകനെ ഉപദേശിച്ചതും മകൻ വാപ്പയെ ഉപദേശിച്ചതും. ഇനി നൂഹ് അലൈഹിസ്സലാമയുടെ ചരിത്രം എടുത്തു നോക്ക് നിങ്ങൾ. 950 വർഷത്തോളം പ്രബോധനം നടത്തിയ വ്യക്തിയാണ്. അത് ഏതെങ്കിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, അല്ലെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ അല്ല. ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ എൻ്റെ സമൂഹത്തെ ക്ഷണിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ സമൂഹം മറുപടി നൽകിയില്ല. അവസാനം ചരിത്രം നമുക്കറിയാം, പ്രളയം വന്നു. പ്രളയത്തിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികളെയും റബ്ബിൻ്റെ കൽപ്പന പ്രകാരം മറ്റു ചില അതിനെയും ഒക്കെ കപ്പലിൽ കയറ്റി അങ്ങനെ പോകുമ്പോൾ മകൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മകനോട് പിതാവായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇർകബ് മഅന, പൊന്നുമോനെ ഈ വാഹനത്തിൽ കയറണം, ഞങ്ങളോടൊപ്പം കയറ്. മകൻ പറഞ്ഞു, ഉപ്പ, ഞാൻ അപ്പുറത്ത് കാണുന്ന ആ വല്ല മലമുകളിലും പോയി ഞാൻ അഭയം തേടിക്കൊള്ളാം, നിങ്ങളുടെ കപ്പലിൽ കയറാൻ ഞാനില്ല, അഥവാ തൗഹീദ് അംഗീകരിക്കാൻ ഞാനില്ല. അവസാനം അത് പറയേണ്ട താമസം ഫഹാല ബൈനഹുമൽ മൗജ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർക്കിടയിൽ തിരമാല മറയിട്ടു കളഞ്ഞു. തിരമാലക്കുള്ളിൽ അകപ്പെട്ടു പോയി മകൻ. പ്രളയം അവസാനിച്ചു. ആ സന്ദർഭത്തിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തൻ്റെ മകൻ്റെ കാര്യം. സൂറത്ത് ഹൂദിലെ
40 ശേഷമുള്ള വചനങ്ങളിൽ ആ കാര്യം എടുത്തു ധരിക്കുന്നുണ്ട് ഖുർആൻ. എന്തായിരുന്നു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അപേക്ഷ? ഇന്നബിനി മിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ എന്ന്. എൻ്റെ മകൻ എൻ്റെ കുടുംബക്കാരനല്ലേ, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്നു പടച്ചവനെ നിന്റെ വാക്തത്വമല്ലേ, എൻ്റെ മകൻ എവിടെ എന്നാ ചോദ്യം. നോക്ക്, അതിന് മറുപടിയായിട്ട് പടച്ചവൻ നൽകിയത് എന്തായിരുന്നു? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിന്റെ മകൻ നിന്റെ കുടുംബക്കാരനല്ല. ആലോചിച്ച് നോക്ക്, 950 വർഷം, അൽഫസന ഇല്ല 50 ആമ, 1000 വർഷത്തിന് 50 വർഷം കുറവ്. അത്രയും കാലം റബ്ബിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിച്ചു ക്ഷണിച്ച നൂഹ് അലൈഹിസ്സലാമയോട് അള്ള കൊടുത്ത മറുപടി, നിന്റെ മകൻ നിന്റെ കുടുംബക്കാരനല്ല. എന്തേ കാരണം? ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ നല്ലതല്ലാത്തത് പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നീ എന്നോട് ചോദിക്കരുത്, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, നീ അവിവേകികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ. നിങ്ങൾ നൂഹ് അലൈഹിസ്സലാമയുടെ മകൻ സ്വന്തം കുടുംബക്കാരനല്ല എന്ന് പറയാൻ കാരണം എന്താ? ആദർശമായിരുന്നു പ്രശ്നം, തൗഹീദായിരുന്നു പ്രശ്നം. അപ്പൊ ആ തൗഹീദ്, അതിൻ്റെ പ്രാധാന്യം, ഷിർക്കിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനം. അത് പടർന്നു പന്തലിച്ചു. അപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ പിളർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനിടയിലൂടെയാണ് ഈ വിസ്ഡം എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ, ഈ സംഘടന എന്ത് ചെയ്യുന്നത്? ഈ സമൂഹത്തിൽ നുഴഞ്ഞു കയറി വരുന്നത്. നമ്മൾ ശക്തമായി അവരെ എതിർത്തു. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, കുറച്ചു കാലമായി നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെയുണ്ട് എന്ന്. ശരിയാണ്, ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. എന്തേ കാരണം? മറ്റൊന്നുമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന വിശ്വാസവും ആചാരവുമാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് മാറി യഥാർത്ഥ തൗഹീദിലേക്ക് വരുന്ന കാലത്തോളം നിങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരിക്കും ഞങ്ങൾ. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിനു തന്നെയാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ തുടങ്ങി വച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്, അവര് KNM-ൽ നുഴഞ്ഞു കയറി, എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് യഥാർത്ഥ KNM-കാരെ പുറത്താക്കിയത്. അവസാനം ആ KNM-ൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. എന്നിട്ടാണ് അവർ പിന്നീട് വിസ്ഡം എന്ന പേര് സ്വീകരിച്ചത്. ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. തൗഹീദിലേക്കല്ല ഇവർ ജനങ്ങളെ ക്ഷണിക്കുന്നത്, ഷിർക്കിലേക്കാണ്. ഞാൻ വളരെ കൃത്യമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ കാണിച്ചു തരും. നോക്കൂ, അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ അതിന് മറുപടി പറയാൻ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്കൊന്നും മറുപടി ഇല്ല. അല്ലെങ്കിൽ തന്നെ മറുപടി പറഞ്ഞിട്ട് ഒന്നും ആവുന്നില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇവിടെ സംസാരിച്ച മൂസ സലാഹി പറഞ്ഞ ആ ക്ലിപ്പൊന്ന് നിങ്ങൾ കേട്ടു നോക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓനെ പറ്റി അറിയുന്ന ആൾക്കാർ തിരുരങ്ങാടിക്കാരാണല്ലോ. തിരുരങ്ങാടിക്കാരനെ പറഞ്ഞത് താമസിയാതെ ഞങ്ങൾ കൈവെക്കുന്നതാണ്. ആര്? യുദ്ധക്കാരല്ല, തിരുരങ്ങാടിത്തെ ആൾക്കാർ പറയാം. താമസിയാതെ ഞങ്ങൾ കൈവെക്കും. കാരണം തിരുരങ്ങാടിക്ക് മോശമല്ലേ ഈ നോളാൾ വിളിച്ചു പറയുന്നത്. ബാലുശ്ശേരിനെ പറ്റിയാണ് വേണ്ടാത്തരം പറഞ്ഞു. ബാലുശ്ശേരി കർശനമായിട്ട് തന്നെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഓൻ്റെ വോയിസ് ഞാൻ കേട്ടിട്ടില്ല. ഓൻ എല്ലാറ്റിനും അതന്നെ പറഞ്ഞു, ഞാൻ എവിടെയും പറയാം. അപ്പം എന്താ പറയുക, ഓനക്കൊന്ന് വല്ല അങ്ങാടിക്ക് ഇറങ്ങണം. അങ്ങാടിക്ക് പ്രസംഗിക്കാൻ ഇറങ്ങണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഓനക്കൊരു മറുപടി കൊടുക്കണം. അതപ്പോൾ ഓൻ്റെ ആഗ്രഹം. അപ്പം അതിനെന്തായാലും വിശദ തീരുമാനമല്ല. ഓനായിട്ട് ചീഞ്ഞാണ്, ഓനങ്ങനെ നാറി പോയിക്കോട്ടെ എന്നുള്ളതാണ്. നമുക്കല്ലാതെ ഓർക്ക് മറുപടി പറയാം. ഇവിടെ മറുപടി കൊണ്ട് തന്നെ പിന്നെ ഇത് കിട്ടുന്നില്ല. പിന്നെ ഇപ്പം ഇനി ഓനക്ക് മറുപടി നടക്കണം. അപ്പോൾ ഓൻ്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിന് നമ്മൾ കുട പിടിക്കണില്ല എന്നർത്ഥം. കൂമ്പാരം ശ്രദ്ധിച്ചല്ലോ. അല്ലെങ്കിൽ തന്നെ മറുപടി പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഓനും കൂടി മറുപടി പറയണമെന്നാ. സാജിദ്
ഇവരുടെ കൂടാരത്തിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അയാളിപ്പം ഇവരുടെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനുമായിട്ടുള്ള സംസാരത്തെക്കുറിച്ച് ഒരാൾക്ക് ഇദ്ദേഹം മൂസ ഒരു വോയിസ് മെസ്സേജ് അയച്ചതാണിത്. ആ വോയിസിൽ മൂസ പറയുന്നത് അല്ലെങ്കിൽ തന്നെ മറുപടി പറഞ്ഞിട്ടൊരു ഇതാകുന്നില്ല, പിന്നെ ഓനും കൂടി മറുപടി പറയാൻ നടക്കണോ എന്നതാണ്. അത് ഈ പ്രദേശത്തെ ഒരു ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള വോയിസാണ്. അപ്പോൾ അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് എന്ത്, ഞങ്ങൾ മറുപടി പറഞ്ഞിട്ട് മറുപടി ആവുന്നില്ല എന്ന്. ആ ഒരു തലത്തിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇപ്പം നിൽക്കുന്നത്. അപ്പം മറുപടി എന്ന് പറയുന്നത് വെറുതെ ഒച്ച വച്ചു പോവുക എന്നല്ലാതെ അതിനപ്പുറം മറ്റൊന്നുമില്ല. എന്തെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായ ഒരു ആയത്ത് അല്ലെങ്കിൽ തിരുചര്യയിൽ നിന്ന് സ്വഹീഹായിട്ടുള്ളൊരു ഹദീസ് എന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വാദം എന്ന് പറയുകയല്ല. മറിച്ച് ഞാൻ ആ പ്രസംഗം ഇങ്ങനെ മുഴുവൻ കേട്ടു നോക്കിയപ്പോൾ ഏകദേശം ഒരു 45-ലധികം തവണ നുണ പറയാന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. 45-ലധികം തവണ. ആകെ ഉള്ളത് അതാണ്, നുണ പറയാ, മുട് അടുത്തത് എടുക്ക്, നുണ പറയാ. അതല്ല, കൃത്യമായി മറുപടി ആയിട്ടില്ല. ഇനി ആലോചിച്ച് നോക്ക്, ടി.കെ. അഷ്റഫ് എടുക്കെ പോയത് ഭയങ്കര സമ്മേളനം നടക്കിയായിരുന്നു എന്നാണല്ലോ പറഞ്ഞു, സ്ഥാപനത്തിൻ്റെ വാർഷികം. അതുകൊണ്ട് നേതാക്കന്മാർക്കൊക്കെ അവിടെ ഇനി എന്തിനാ ഞങ്ങൾ ഇത്ര തിരക്ക് പിടിച്ചു കാണ്ട് സ്ഥാപനങ്ങളുടെ പരിപാടി അടക്കുമ്പം തന്നെ വെച്ചത്? അതല്ലാത്തൊരു ദിവസം വെച്ചൂടേനിയോ ടി.കെ. അഷ്റഫിനൊക്കെ വരാൻ? ടി.കെ. അഷ്റഫിൻ്റെ ബിനാമിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ടി.കെ. അഷ്റഫാണ് ഉത്തരവാദി. ടി.കെ. അഷ്റഫാണ് കൃത്യമായി മറുപടി പറയേണ്ടത്. അപ്പം ടി.കെ. അഷ്റഫിൻ്റെ ബിനാമി വെല്ലുവിളിച്ചിട്ട് എന്താണ് കാര്യം, നിങ്ങൾ ഒരു തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നാൽ, ഒരു തെറ്റ് മാന്യമായി ഞങ്ങളുടെ അടുക്കൽ വന്ന, വിസ്ഡമിൻ്റെ അടുക്കൽ വന്ന ഒരു തെറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ടി.കെ. അഷ്റഫിൻ്റെ ബിനാമി വെല്ലുവിളിച്ചിട്ടുള്ളത്. ഒന്ന് കേട്ടോക്കൂ നിങ്ങൾ. അവർക്ക് ഈ നിമിഷം വരെയും മാന്യമായ നിലക്കൊരു തെറ്റു കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല എന്നത് ഇൻഷാ അല്ലാഹ് ഇനി വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. കേട്ടോ, മാന്യമായ നിലക്ക് ഒരു തെറ്റു കാണിച്ചു തരാൻ ഈ നിമിഷം വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ്. അവര് സമൂഹത്തിലേക്ക് വിസ്ഡം എന്നു പറഞ്ഞു പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ മുമ്പ് ഇത്തിക്കണ്ണികളായി KNM CD ടവറിൽ അള്ളിപ്പിടിച്ചു നിന്നിരുന്ന കാലഘട്ടം മുതൽ അവരുടെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തെറ്റെന്താണ് കാര്യം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെതിരാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. എത്രത്തോളം എന്ന് വച്ചാൽ അവരുടെ ഏറ്റവും വലിയ നേതാവും അതോടൊപ്പം തന്നെ പണ്ഡിതനുമായിട്ടുള്ള ഫൈസൽ മുസ്ലിയാർ പറയുന്നത്, ഞാൻ ആദ്യം അയാൾ പറയുന്നതൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. അള്ളാഹുവിൽ പങ്കുചേർത്ത് റബ്ബ് അല്ലാത്തവരെ ആരാധിച്ച് റബ്ബ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. നിങ്ങൾ എത്ര വികലമായ വാദമാണ്, ഷിർക്കൻ വാദം. അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബ് അല്ലാത്തവരെ ആരാധിച്ച് റബ്ബ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കുന്നു. കേട്ടു നോക്കൂ നിങ്ങൾ ഫൈസലിന്റെ പ്രസംഗം. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവരെ ആരാധിച്ച് റബ്ബല്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. കേട്ടല്ലോ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും, അതിന് ലക്ഷ്യം ഉണ്ടാവും. അതിന് തെളിവായി ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്തുണ്ട്. സൂറത്തു ഇസ്രായിലെ 20-ാമത്തെ ആയത്താണ്. കുല്ലൻ ഉമിദ്ദു ഹൗലായി വഹൗലായി എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. ആ ആയത്തിനെ ദുർവ്യാഖ്യാനം നടത്തുകയാണ് ഫൈസൽ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ടി.കെ. അഷ്റഫോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിനാമിയായി വന്ന ആളോ ആ ആയത്തിനെ സ്പർശിക്കാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ആ ആയത്തെടുത്തിട്ട് ഉമർ മൗലവിയുടെ തർജുമാനിൽ ഖുർആനിൽ നിന്ന് അതിൻ്റെ വിശദീകരണം എന്നതാണ് എന്ന് വായിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ അമാനി മൗലവിയുടെ
തഫ്സീർ എടുത്തിട്ട് അതിൽ എന്താണ് പറയുന്നത് എന്ന് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആയത്ത് തൊടുക പോലും ചെയ്യാതെയാണ്, അതിനെക്കുറിച്ച് കാമാമുണ്ടാതെയാണ് ടി കെ അഷ്റഫിൻ്റെ ബിനാമി ഇവിടെ വന്ന് സംസാരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഫൈസൽ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത് എന്താണ്? വിസ്ഡമിൻ്റെ ആശയമാണത്. ടി കെ അഷ്റഫ് നേതൃത്വം കൊടുക്കുന്ന വിസ്ഡമിൻ്റെ ആശയമാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് നിങ്ങൾ വിസ്ഡംകാർ പ്രചരിപ്പിക്കുന്നത്. എൻ്റെ ബഹുമാന്യരായ വിസ്ഡമിൻ്റെ സാധാരണ പ്രവർത്തകരെ, വിശുദ്ധ ഖുർആനിനെതിരാണിത്. പച്ചയായി പടച്ചവന്റെ ആയത്തുകളെ നിഷേധിക്കുകയാണിത്. സൂറത്തു ബഖറയിലെ 156 ആയത്ത് പരിശോധിച്ചു നോക്ക് നിങ്ങൾ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. വൈദാ സഅലക, പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ, അന്നി എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ നീ പറഞ്ഞേക്കണം, ഫൈന്നി ഖരീബ് ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്നു നീ അവരോട് പറഞ്ഞേക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഉജീബു ഞാൻ ഉത്തരം നൽകും, ദഅവത്തദ് ദാഇ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്, ഇദാ ദഅാനി അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലാണ് അള്ളാഹു ഉത്തരം നൽകുക. അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മഹാന്മാരോടോ മുനിമാരോടോ മഹർഷിമാരോടോ ദിവ്യന്മാരോടോ സിദ്ധന്മാരോടോ ജിന്നുകളോടോ മലക്കുകളോടോ മരങ്ങളോടോ ബാവമാരോടോ ബീവിമാരോടോ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അള്ളാഹു ഉത്തരം നൽകുകയില്ല. ഉജീബു ഞാൻ ഉത്തരം നൽകും, ദഅവത്തദ് ദാഇ ദുആ നടത്തുന്നവന്റെ ദുആക്ക്, ഇദാ ദഅാനി അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് ഫല്യസ്തജീബു ലി അവർ എൻ്റെ ആഹ്വാനം സ്വീകരിച്ചു കൊള്ളട്ടെ, വൽയുമിനു ബി എന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ അവർ നേർമാർഗം പ്രാപിച്ചേക്കാം. അപ്പൊ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനക്കു മാത്രമേ അള്ളാഹു ഉത്തരം ചെയ്യുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ആശയത്തെ, ഈ ആയത്തിനെ എതിർത്തുകൊണ്ട്, അതിനെ തിരസ്കരിച്ചുകൊണ്ട്, അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ഫൈസൽ മുസ്ലിയാർ വിസ്ഡമിന് വേണ്ടിയിട്ട് ഷിർക്കൻ ആശയം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബ് അല്ലാത്തവരെ ആരാധിച്ച് റബ്ബ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം നൽകും. മഹാനായ ഉമർ മൗലവി നേരത്തെ പറഞ്ഞ സൂറത്തു ബഖറയിലെ 156 ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കേട്ടോളൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് ചിലർ പറയുന്നത് ശരിയല്ല. അതിനാണ് ഫൈസൽ മുസ്ലിയാരും പറഞ്ഞത്. അപ്പൊ ബദരീങ്ങളെ കാക്കണേ എന്ന് സമസ്തക്കാർ ബദരീങ്ങളോടോ മമ്പർത്തങ്ങളോടോ മൊഹീദ്ദീൻ ഷെയ്ഖിനോടോ CM-നോടോ ഒക്കെ പ്രാർത്ഥിച്ചാൽ അതിന് ചിലപ്പോൾ അള്ളാഹു ഉത്തരം നൽകുമെന്ന ഷിർക്കൻ വാദമാണ് വിസ്ഡം ടീം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തു പറയാണ്ട്? ഇതിന് കൃത്യമായി നിങ്ങൾ മറുപടി പറയണം. ഒന്നുകിൽ ആ വാദം ശരി തന്നെയാണ്, അതിന് ആയത്ത് തെളിവ് ഇന്നതാ. നിങ്ങൾ പറഞ്ഞ തെളിവ് ആയത്ത് അതിനല്ല. കുല്ലൻ ഉമിദു ഹാവുലായി ആഹുലായി എന്ന സൂറത്തു ഇസ്രായിലെ 20 ആയത്ത് 18-19 ആയത്ത് കൂടി വായിച്ചാൽ ലഭ്യമാവും. ഇഹലോകം പ്രതീക്ഷിക്കുന്നവൻ, പരലോകം പ്രതീക്ഷിക്കുന്നവൻ, രണ്ടു കൂട്ടർക്കും അള്ളാഹു ദുനിയാവിൽ വിഭവങ്ങൾ നൽകുന്നാണ് അള്ളാഹ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന വികലമായ ഷിർക്കൻ വാദമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കൃത്യമാക്കണം നിങ്ങൾ. ഇത് ഈ വിസ്ഡം സാധാരണക്കാരുടെയും വിശ്വാസം ഇത് തന്നെയാണോ? സഹോദരന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ മമ്പർത്തങ്ങളോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന സമസ്തയുടെ അനേകം ആളുകളെ കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ജാറങ്ങളിലേക്ക് തീർത്ഥാടനം പോകുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കും.
അവരൊക്കെ ആ ജാറങ്ങളിൽ ചെന്ന് കമഴ്ന്നു കടന്നു. ആ ജാറങ്ങളിലുള്ള മഖ്ബറകളിലുള്ള മഹാന്മാരോട് വിളിച്ചു തേടുമ്പോൾ നമ്മളെന്താ പഠിപ്പിച്ചിട്ടുള്ളത്? അത് ഷിർക്കാണ്, അതിന് ഉത്തരം കിട്ടുകയില്ല എന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നിരവധി അനവധി ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇന്ന് ഫൈസൽ മുസ്ലിയാർ വിസ്ഡം ടീമിന് വേണ്ടി അയാൾ ആദർശം രൂപപ്പെടുത്തിയിട്ട് പറയുന്നത് എന്താ? അങ്ങനെ പ്രാർത്ഥിക്കണോൽക്ക് അല്ല തന്നെ ഉത്തരം കൊടുക്കുന്നു. എവിടെത്തി? നിങ്ങൾ ഇസ്ലാമിൻ്റെ തനതായ ആശയമാണോ നിങ്ങൾ പ്രബോധനം നടത്തുന്നത്? അല്ല. ഇനി ആലോചിച്ച് നോക്ക്, 2007 ഈ വികലമായ ആശയം കുറേശ്ശെ കൊണ്ടുവരുന്നത് ജബ്ബാർ മൗലവിയാണ്. കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമുകളിൽ നമ്മൾ ഈ ഭാഗം കേൾപ്പിച്ചിരുന്നു. പക്ഷെ അതിനെ തൊട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. ബഹുമാന്യനായ ജബ്ബാർ മൗലവി എന്ന് പറഞ്ഞു പോവുകയല്ലാതെ. ഇപ്പം ജബ്ബാർ മൗലവിയുടെ കഥകൾ കുറച്ചുകൂടി പുറത്തു വരുന്നുണ്ട്. കാരണം കൂടെ കിടന്നവർ തെറ്റിയപ്പോൾ ഇപ്പോൾ അതാ ഹുസൈൻ സലഫിയെ വെല്ലുവിളിച്ചുകൊണ്ട് അനസ് മുസ്ലിയാർ രംഗത്ത് വന്നിരിക്കുന്നു. ആ വികലവാദം തിരുത്താൻ വേണ്ടി ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയ കഥകളൊക്കെ ഇപ്പോൾ അവരിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ജബ്ബാർ മൗലവി അത് തിരുത്താൻ സമ്മതിച്ചില്ല. എന്നിട്ട് അനസ് മുസ്ലിയാർ പറയുന്നു ഞാനാണ് എഴുതിയത്. അങ്ങനെ ഹുസൈൻ സലഫിയെ കാണിച്ചിട്ടുണ്ട്, അബ്ദുറഹ്മാൻ സലഫി വന്നിട്ടുണ്ട് എന്നൊക്കെ ആ കഥകൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആവശ്യമെങ്കിൽ ഞങ്ങൾ സമൂഹത്തെ കേൾപ്പിക്കും. അപ്പൊ ജബ്ബാർ മൗലവി അത് തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഫൈസൽ മുസ്ലിയാർ സമൂഹത്തോട് പറയുന്നത് ജബ്ബാർ മൗലവി പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല എന്നാണ്. കേട്ടോക്കൂ. ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിയ അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. 100% ശരിയാണ്. കേട്ടല്ലോ, 100% ശരിയാണ്. എന്ത്? അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയ ഷിർക്കൻ വാദം, മക്കാ മുശ്രിക്കുകളുടെ പാരമ്പര്യം, അത് 100% ശരിയാണ് എന്ന്. അല്ലേ? രാത്രിയുടെ ഇരുട്ടിൽ വഴിയറിയാതെ തപ്പിത്തടഞ്ഞ് നീങ്ങാൻ ഒരുത്തൻ. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാകുമെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ആ തേട്ടം എന്തല്ല, ഷിർക്കല്ല എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഹായം ചോദിച്ചതാരാ? നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ സൂചിപ്പിച്ചിരുന്നു. സൂറത്തു ജിന്നിലെ 26ാമത്തെ ആയത്ത്. സൂറത്തു ജിന്നിലെ 26ാമത്തെ ആയത്തിൽ ഇത്തരത്തിൽ സഹായം തേടിയത് മക്കയിലെ മുശ്രിക്കുകളാണ് എന്ന് ഖുർആൻ തുറന്നു പറയുന്നുണ്ട്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹഖാ. ഒരു സംഘം മനുഷ്യർ മറ്റൊരു സംഘം ജിന്നുകളോട് സഹായം തേടി. അത് ആ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു. ഖുർആൻ എടുത്തു പറയുന്നു. മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തി ഈ തേട്ടം ഷിർക്കാണ് എന്ന്. അപ്പൊ ആരാ ജിന്നുകളോട് സഹായം തേടിയത്? മക്കയിലെ മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ആ സഹായത്തേട്ടത്തിന് ഒരു കുഴപ്പമില്ല. അത് ഇസ്ലാമിക വിരുദ്ധമല്ല, തൗഹീദിനെതിരല്ല എന്നാണ് വിസ്ഡം TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള വിസ്ഡം ടീം എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. 100% അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാമിക വിരുദ്ധമല്ല എന്നതിന് നിങ്ങളുടെ അടുക്കൽ എന്താ തെളിവുള്ളത്? നോക്കൂ, ഇനി അവരുടെ വാദപ്രകാരം തന്നെ ഹാലിറായ ജിന്നിനോടാണ് ചോദിക്കുന്നത് എങ്കിൽ അത് ഹറാമാണ് എന്ന് അവരുടെ വാദം. പല പ്രാവശ്യം നമ്മൾ ക്ലിപ്പുകൾ കേൾപ്പിച്ചതാണ്, കേൾപ്പിക്കുന്നില്ല. ഹാലിറായ ഖാദിറായ ഹയ്യായ ജിന്നിനോടാണ് തേടുന്നത് എങ്കിൽ അതെന്താണ്? ഹറാമാണ് അവരുടെ വാദപ്രകാരം. നമ്മൾ പറയുന്നത് അത് ഹാലിറാവട്ടെ, ഹയ്യാവട്ടെ, ഖാദിറാവട്ടെ, ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഒരു ഘട്ടത്തിലും അത് തൗഹീദിന് വിരുദ്ധമല്ലാതാവുന്നില്ല, ഷിർക്കാണത്. പക്ഷെ ഇവർ പറയുന്നു ഹാലിറായ ജിന്നിനോട് തേടിയാൽ അത് ഹറാമാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത്
ജബ്ബാർ മൗലവി സമൂഹത്തെ നയിച്ചത് എങ്ങോട്ടാണ്? ഹറാമിലേക്കാണ് എന്നെങ്കിലും പറയണ്ടേ? അല്ല എന്ന് വാദമുണ്ടോ? രാത്രിയുടെ ഇരുട്ടിൽ വഴിയറിയാതെ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ മുന്നിൽ നിന്ന് ശബ്ദം കേട്ടു. അപ്പൊ അത് ജിന്നാവുമെന്ന് കരുതി ഒന്ന് വഴി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വാദപ്രകാരം, വിസ്ഡൻ ടീമിന്റെ വാദപ്രകാരം അവിടെ ജിന്ന് ഹാലിറായിട്ടുണ്ട്. ആ ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ ഹറാമല്ലത്? ഹറാമായ ഒരു കാര്യത്തിലേക്ക് പോകാമെന്നല്ലേ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇനി മറ്റൊരു രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? വായിബായ ജിന്നിനോടാണ് സഹായത്തേട്ടമെങ്കിൽ അതെന്താണ്? ഷിർക്കാണ് എന്നാണ്. ശരി, ജിന്ന് എപ്പോഴാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായിബല്ലാതിരിക്കുക? ജിന്നുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരവസ്ഥയിലും വായിബായിട്ടുള്ള സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ ഖുർആൻ കേട്ട ജിന്നുകളെ കുറിച്ച് വിവരം നൽകുന്നത് എങ്ങനെ? സൂറത്തു ജിന്നിലെ 1-ാമത്തെ ആയത്ത്, കുൽ, പ്രവാചകരെ പറയണം, ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്. എന്താ വഹ്യ് കിട്ടിയത്? അന്നഹുസ്തമഅ നഫറും മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകൾ വന്ന് ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, ആശ്ചര്യകരമായ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു എന്ന്. എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്. അതെന്തേ? ജിന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സന്ദർഭത്തിലും വായിബാണ്. ആ വായിബായ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് ഈ ഫൈസൽ മുസ്ലിയാർ തന്നെ പല പ്രാവശ്യം സമ്മതിച്ചതാണ്. ആ ഷിർക്കിലേക്ക് നയിക്കുന്ന വാദമാണ് ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഷിർക്കിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ഹറാമിലേക്ക് നയിക്കുന്നത്. രണ്ടായാലും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയമാണ് ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ജബ്ബാർ മൗലവി എഴുതിയതിനെ ന്യായീകരിക്കുന്നു വിസ്ഡൻ ടീം. ടി കെ അഷ്റഫിന് എന്ത് പറയാണ്ട്? ടി കെ അഷ്റഫ മറുപടി പറയേണ്ടത്. ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് നിങ്ങൾ. നിങ്ങളെങ്ങനെ ഒളിച്ചോടുക? നിങ്ങളെ നാട്ടിൽ ഇത്രയും പ്രധാനപ്പെട്ടൊരു പരിപാടി നടക്കുമ്പം നിങ്ങളുടെ ആദർശത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ അതിന് മറുപടി പറയാതെ ഒളിച്ചോടുക? എന്നിട്ട് ഏതെങ്കിലും ബിനാമികളെ പറഞ്ഞയച്ചാൽ മതിയോ? അതായില്ലല്ലോ. അപ്പം ടി കെ അഷ്റഫ് എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. എന്നിട്ടോ, അപ്പൊ ഈ ഷിർക്കിനെ, ഈ കുഫറിനെ, ഇതിനൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കുകയാണ് അവർ. ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വാദങ്ങൾ അവർ കൊണ്ടുവരികയാണ്. എന്നിട്ട് നമ്മളോടുള്ള ഉപദേശം എന്താ അറിയാം? നിങ്ങൾ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ജിന്നിനോട് ചോദിക്കാം, മലക്കിനോട് ചോദിക്കാം എന്നല്ല ഇസ്ലാമിൻ്റെ വിശ്വാസം. അലിമദനി. ടി കെ അഷ്റഫിന്റെ ബിനാമി സംസാരിക്കട്ടെ. അപ്പോ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാം, ജിന്നുകളോട് ചോദിക്കാം, മലക്കുകളോട് ചോദിക്കാം. അങ്ങനെയല്ല അലിമദനി ഇസ്ലാമിന്റെ വിശ്വാസം. അപ്പൊ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ജിന്നിനോട് ചോദിക്കാം, സൃഷ്ടികളോട് ചോദിക്കാം എന്നല്ല അലിമദനി ഇസ്ലാമിന്റെ വിശ്വാസം. എന്നാ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്നാരാ പറഞ്ഞ്? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറയാത്ത ഒരു വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയാണ്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ പടച്ചവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ്. പടച്ചവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. വേറെ ഒരു ശക്തിയോടും എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. അതല്ലാതെ അത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ജിന്നുകളോട് ചോദിക്കാം, മലക്കുകളോട് ചോദിക്കാം, സൃഷ്ടികളോട് ചോദിക്കാം എന്ന വിശ്വാസം ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പ്രചരിപ്പിക്കുന്നില്ല. അത് നിങ്ങളുണ്ടാക്കിയൊരു വാദമാണ്. ഞങ്ങൾ പറയുന്നു മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ അത് റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അത് പ്രാർത്ഥനയാണ്. അവിടെ നിങ്ങൾ തിരുത്തിയിട്ട് ഷിർക്കൻ വിശ്വാസത്തിലേക്ക് ആളെ കൊണ്ടുപോവാൻ വേണ്ടി
മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് എന്നതിനെ നിങ്ങൾ മാറ്റിയിട്ട് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്നാക്കി മാറ്റി. അതിൻ്റെ കാരണം മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് എന്നതിനെ മാറ്റിയിട്ട് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്നാക്കി മാറ്റി. അതെന്തിനാണ്? അതിൽ ജിന്ന് വരണം, മലക്ക് വരണം, അങ്ങനെയുള്ളതൊക്കെ വരണം. അപ്പം ജിന്നിനു നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അതെന്തല്ല, ഷിർക്കല്ല. മലക്കുകൾക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അതെന്തല്ല, ഷിർക്കല്ല എന്ന വാദത്തിലേക്ക്, സമസ്തയുടെ വാദത്തിലേക്ക് നിങ്ങൾ വന്നു. അത് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞതാണ്. സമസ്തയുടെ വാദം എന്താ? സമസ്തയുടെ വാദം, ഞങ്ങൾ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നൽകപ്പെട്ട കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്, അല്ലേ? അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഞങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് അവരുടെ വാദം. മുജാഹിദ് പ്രസ്ഥാനം അതിനെ കണിശമായി എതിർത്തു. ആ വാദത്തെ നിങ്ങൾ മിനുഷപ്പെടുത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ എന്ന് കൊണ്ടുവന്നു. അപ്പം ഈ ബിനാമിന്റെ മറുപടി എന്താണ്? വ്യവസ്ഥയും കഴിവും രണ്ടും രണ്ടാണ് അലിമദനീന. വ്യവസ്ഥയും കഴിവും രണ്ടും രണ്ടാണ്. മനുഷ്യന് നൽകിയ വ്യവസ്ഥ, ജിന്നുകൾക്ക് നൽകിയ വ്യവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ള സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവ് അതിൽ ഉൾപ്പെടും. ആ വ്യവസ്ഥ എന്നതിൽ അവരുടെ കഴിവ് ഉൾപ്പെടും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ സമസ്തക്കാരുടെ വാദം ഉന്നയിച്ചു. സമസ്തക്കാർക്ക് എവിടുന്നാ കിട്ടിയത്? മക്കാ മുശ്രിക്കുകളിൽ നിന്നാണ് ആ വാദം കിട്ടിയത്. തൽബിയത്ത് ചെല്ലുമ്പോൾ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, ഒരു ശരീക്കുമില്ല, ഇല്ലാ ശരീക്കൻ ഹുവലക്ക് തംലിക്കുഹു വമാ മലക്ക്. അവർ തൽബിയത്തിൽ പറഞ്ഞു ഒരൊറ്റ ശരീക്ക എനിക്കുള്ളൂ, അത് നിനക്കുള്ളതാണ്. കാരണം എന്താ? നീയാണ് അവനെ ഉടമപ്പെടുത്തുന്നത്, അവന് യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു ശരീക്ക് നിനക്കുണ്ട്. ആ മക്കാ മുശ്രിക്കുകളുടെ വാദത്തിൽ നിന്ന് സമസ്തക്കാർ അതിനെ പുതുക്കിയിട്ട് എന്ത് പറഞ്ഞു? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ്, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ എന്ത് പറഞ്ഞു? ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത് എന്ന് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു. നമ്മൾ സൂറത്ത് ഫാത്തിറിലെ 13-14 വചനങ്ങളിൽ എടുത്തുദ്ധരിച്ചിട്ട് വളരെ കൃത്യമായി ആവർത്തിച്ചു പറഞ്ഞല്ലോ. എത്ര സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞു, പക്ഷെ അത് തൊടണില്ലല്ലോ. സൂറത്തു ഫാത്തിറിലെ 13-14 വചനം, 13-ാമത്തെ വചനത്തിന്റെ അവസാനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാണ് സർവാധിപതി. എന്നാൽ വല്ലദീന തദ്ഉന മിൻ ദൂനി, ആ റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മാ യംലിക്കൂന മിൻ ഖത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരാണ്. ഈ ആയത്തെടുത്തിട്ട് ഇമാം ഖുർത്തുബി പറഞ്ഞു അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, അതുപോലെ തന്നെ ഔലിയാക്കൾ പെടും, അമ്പിയാക്കൾ പെടും, ഉസൈർ അലൈഹിസ്സലാം പെടും, ഈസാ അലൈഹിസ്സലാം പെടുമെന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൃത്യമായി പറഞ്ഞു. അപ്പം നിങ്ങൾ സഹായം തേടുന്ന ആ ജിന്നുകൾക്ക്, ആ ജിന്നുകളോട് സഹായം തേടിയാൽ അവരുടെ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായം ചോദിച്ചാൽ ഷിർക്കല്ല എന്ന് പറയുന്ന ആ ടീമുണ്ടല്ലോ, ആ ടീം ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരാണ്. എന്നിട്ടോ അടുത്ത ആയത്ത് 14-ാമത്തെ ആയത്ത്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം തെയ്യൂല, അവർ കേൾക്കൂല. 2-3 വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാലും എന്ത് ചെയ്യൂല, ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തിൽ നിങ്ങളുടെ ഷിർക്കിനെ അവർ നിഷേധിക്കും. ഏതാ ഷിർക്ക്? ഈ തേട്ടം. അപ്പം ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിലാണെങ്കിൽ പോലും, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹു നൽകിയിട്ടുള്ള കഴിവിൽ നിന്നാണെങ്കിൽ പോലും അവരോടുള്ള ഇത്തരത്തിലുള്ള ചോദ്യം അത് ഷിർക്കാണ്. പരലോകത്തിലെത്തുമ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അവർ അതിനെ നിഷേധിക്കും.
എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, ഇത് നിന്നെ ബോധ്യപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പം പുതിയ എന്തെങ്കിലും വാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനല്ല എന്ന് ഞങ്ങളോട് പറയണ്ട. നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവയോട് ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്നാണ്. അത് ഷിർക്കാണ് എന്നാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യ കഴിവിനപ്പുറത്ത് മനുഷ്യൻ പിന്നെ സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ഉമർ മൗലവി ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഇയാളുടെ തന്നെ മറ്റൊരു വികലമായ വാദം കേട്ടു നോക്കൂ നിങ്ങൾ. ടി കെ അഷ്റഫ് പറഞ്ഞയച്ചതാണല്ലോ. ടി കെ അഷ്റഫ് പറഞ്ഞയച്ചിട്ടുള്ള ബിനാമിയാണല്ലോ. ഇനി ഈ വന്ന വ്യക്തി തന്നെയാണോ ഈ സംസാരിക്കണമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഓല വിശ്വാസപ്രകാരം ഇവരുടെ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, ജിന്ന് പ്രത്യക്ഷപ്പെടുന്ന ഇവരുടെ വിശ്വാസം മനുഷ്യരുടെ രൂപത്തിൽ ജിന്നുകൾക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. ജയിലിൽ കിടക്കുന്ന ഇബ്നു തൈമിയയുടെ രൂപത്തിൽ പുറത്ത് ജിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുവരെ ഇവർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞയച്ച ആൾ തന്നെയാണോ വന്നതെന്ന് അറിയില്ല. ഏതായാലും ഇയാളുടെ വികലവാദം ഞാനൊന്ന് പറയാം. മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, അള്ളാഹുവിൻ്റെ പടപ്പുകൾ മനുഷ്യർ മാത്രമല്ല. കല്ല്, മരം, അതുപോലെ തന്നെ ജിന്ന്, ജന്തു, പ്രാണി, ആകാശങ്ങളിലും ഭൂമിയിലുള്ള എല്ലാ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ടുള്ള വാദം, ആ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഒന്ന് സ്രഷ്ടാവിനോട് ചോദിക്കാനേ പറ്റുള്ളൂ. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അപ്പൊ പടച്ചവന്റെ ഒരുപാട് സൃഷ്ടികളുണ്ട് ഇവിടെ. ആ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്നാണ് ഈ സാധു പറയുന്നത്. ഒന്ന് കേട്ടോക്കി. മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിന്റെ പടപ്പുകൾ, മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികൾ. കല്ലുകളും മരങ്ങളും ജന്തുക്കളും പ്രാണികളും സസ്യങ്ങളും ജിന്നുകളും മലക്കുകളും ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളതും മുഴുവനും അള്ളാഹുവിന്റെ മഖ്ലൂഖ് സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഒന്ന് സൃഷ്ടാവിനോടേ ചോദിക്കാൻ പറ്റുള്ളൂ. അതാ ഇസ്ലാമിന്റെ അടിത്തറ. കേട്ടല്ലോ. അപ്പൊ ഇസ്ലാമിന് പുതിയ അടിത്തറ ഉണ്ടാക്കി. എന്താ പുതിയ അടിത്തറ? വിസ്ഡം ടീം ഉണ്ടാക്കിയ പുതിയ അടിത്തറ ഈ പടച്ചവന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാം, ജിന്ന്, മലക്ക്, കല്ല്, മരം, വേറൊരു സ്ഥലത്ത് വണ്ടി പറയുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ആകാശങ്ങളിലും ഭൂമിയിലുള്ള സൃഷ്ടികളിൽ നിന്ന് സാധിക്കാത്ത ഒന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ഞാൻ ചോദിക്കുന്നു ടി കെ അഷ്റഫിനോട്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് ആരാണ് പഠിപ്പിച്ചത്? ഒന്ന് പറഞ്ഞു തരണം. ആരാണത് പഠിപ്പിച്ചിട്ടുള്ളത്? അതിന് ഖുർആനിൽ നിന്ന് വല്ല തെളിവുണ്ടോ നിങ്ങളുടെ അടുക്കൽ? അതൊന്ന്, അഥവാ ഈ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സൃഷ്ടികളിൽ നിന്ന് ലഭിക്കാത്ത ഒന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ. വേറൊന്നും അള്ളാഹിനോട് ചോദിക്കരുത്. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്നതിന് ഹദീസിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു സ്വഹീഹായ ഹദീസ്. ഇനി ഈ അടിത്തറ വക്ക മൗലവി പറഞ്ഞിട്ടുണ്ടോ? വിശദീകരിക്കണം. ഇ കെ മൗലവി പറഞ്ഞിട്ടുണ്ടോ? പി കെ മൂസ മൗലവി പറഞ്ഞിട്ടുണ്ടോ? എം ടി അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞിട്ടുണ്ടോ? എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞിട്ടുണ്ടോ? ആരത് പറഞ്ഞിട്ടുള്ളത്? അൽമനാറിൽ ഇതുമായി ബന്ധപ്പെട്ട് വല്ലതും വന്നിട്ടുണ്ടോ? അഥവാ ഈ സൃഷ്ടികൾ കല്ലിമര, അപ്പൊ നോക്ക്, സൂര്യൻ, പശു, അല്ലെ, പാമ്പ്, മലക്ക്, ജിന്ന്, കല്ല്, മരം, ഒട്ടകം, ഈച്ച, ഇതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളിൽ നിന്ന് ലഭിക്കാത്ത ഒന്നാണ് സൃഷ്ടാവിനോട് ചോദിക്കേണ്ടത്. ആരത് പഠിപ്പിച്ചത്? അപ്പൊ പശുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾക്ക് എന്ത് ചോദിക്കാം? പാലോ ചാണകമൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. അത് പശുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? അള്ളാഹിനോട് ചോദിക്കണം. അല്ലേ? സൃഷ്ടികളിൽ നിന്ന് ലഭിക്കാത്ത ഒന്ന്, എന്താ പറഞ്ഞേ? സൃഷ്ടികളിൽ നിന്ന്, ഈ പറയപ്പെട്ട സൃഷ്ടികളിൽ നിന്ന് ലഭിക്കാത്ത ഒന്നേ സൃഷ്ടാവിനോട് ചോദിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. അങ്ങനെ പലതും പല സൃഷ്ടികളുടെ അടുക്കൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇയാൾ ചോദിക്കും. അപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അള്ളാഹിനോട് ചോദിക്കുക. ഇത്രയും വികലമായ വിഡ്ഢിത്തങ്ങൾ ആനയിക്കാൻ ടി.കെ. അഷ്റഫ് സാഹിബ് ഇത്തരത്തിലുള്ള ബിനാമികളെ പറഞ്ഞേക്കണോ? വളരെ കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ അടിത്തറ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യരുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹിനോട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചോദിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. നമ്മൾ പലപ്പോഴും വിശദീകരിച്ചല്ലോ. ബദർ യുദ്ധം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നയിക്കുന്നത്. മനുഷ്യ കഴിവിൽപ്പെട്ടത് ഒരുക്കി. 300 ചില്ലാനം സൈന്യമുണ്ട്, അല്പം വാഹനമുണ്ട്, കുറച്ച് ഭക്ഷണമുണ്ട്, പിന്നെ മനുഷ്യ കഴിവിൽപ്പെട്ട പ്ലാനിങ്. ഇവിടെ തമ്പടിച്ചപ്പം സഹാബികൾ വന്ന് ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വഹയിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ തമ്പടിച്ചത്? അല്ല. ശരി, എന്നാ കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അഥവാ അപ്പുറത്ത് കുറച്ച് വെള്ളമുള്ള ഏരിയ ഉണ്ട്, ആ ഏരിയ കൂടി നമ്മളുടെ കീഴിൽ കൊണ്ടുവരണം, അപ്പുറത്തേക്ക് പോകണം. മനുഷ്യ കഴിവിൽപ്പെട്ട എല്ലാ പ്ലാനിങ്ങും പദ്ധതികളും തയ്യാറാക്കി. ഞാൻ ആരോടാ ചോദിക്കുക? ഒട്ടകത്തിന്റെ അടുത്ത് ചോദിച്ചു നോക്കിയോ നബി, കിട്ടുമോ കിട്ടൂല എന്നുള്ളത്? അള്ളാഹിനോട് ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ജിന്നിനോട് ചോദിച്ചില്ല. ജിന്നുകളിൽപ്പെട്ട മുസ്ലിങ്ങളുണ്ട്, ആ ജിന്നുകളോട് ചോദിച്ചില്ല പ്രവാചകൻ. എപ്പോഴും പ്രവാചകന്റെ അടുക്കൽ വഹയുമായി വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമയുണ്ട്. ആ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായ ധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. എന്നാൽ ആ ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവരോട് ചോദിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചില്ല. പ്രവാചകൻ ആകാശത്തിലേക്ക് കൈയുയർത്തി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ ഫിൽ അർളി അബദാ എന്ന്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം നൽകി. ഇത് തസ്തഗീസൂന റബ്ബക്കും, സൂറത്തു അൻഫാലിലെ 9-ാമത്തെ വചനം. ഫസ്തജാബലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫിൻ. നിങ്ങളുടെ പ്രാർത്ഥനക്ക്, നിങ്ങളുടെ സഹായത്തേട്ടം, നിങ്ങൾ റബ്ബിനോട് സഹായം തേടി. മനുഷ്യ കഴിവ് അവസാനിച്ചപ്പോൾ റബ്ബിനോട് സഹായം തേടി. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. അതല്ലാതെ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഒന്ന് സൃഷ്ടാവിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്നതല്ല ഇസ്ലാമിൻ്റെ അടിത്തറ. അങ്ങനെ ഒരു അടിത്തറ ഇസ്ലാമിന് വേണ്ടി പരിശുദ്ധ ഖുർആനോ തിരുചര്യയോ പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ട ബാധ്യത ടി.കെ. അഷ്റഫിനുണ്ട്. പെരിയിൽ ഒളിച്ചു തരുന്ന സംഗതി നടക്കൂല അഷ്റഫെ. ഞാൻ വിഷ്ണത്തിന്റെ ആളാണെന്നും പറഞ്ഞ് കുപ്പായിട്ട് നടന്നാ പോരാ. ഇത്തരത്തിലുള്ള ശിർക്കൻ വാദങ്ങൾ, വികലമായ വിശ്വാസങ്ങൾ നിങ്ങളുടെ പേരിൽ ഈ പറയുന്ന ബിനാമികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെടുക്കാണ്? നിങ്ങൾക്ക് ഇസ്ലാമിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആനിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, തിരുചര്യയോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിൽ കൃത്യമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ശിർക്കൻ വാദങ്ങൾ ഉന്നയിക്കുന്നവരെ കടിഞ്ഞാണിടാൻ, പിടിച്ചുകെട്ടാൻ നേതാവെന്ന നിലയിൽ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഇല്ലെങ്കിൽ അതിന് മറുപടി പറയണം. എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഈ അടിത്തറ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളെ ബിനാമി പറഞ്ഞ അടിത്തറ എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇസ്ലാമിന്റെ അടിത്തറ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിത്തറ. അതിന് ഉമർ മൗലവി കൊടുത്തത് ഞാൻ വായിച്ചിരുന്നു. അപ്പൊ ഉമർ മൗലവി കൊടുത്ത ഭാഗം വായിച്ചപ്പോൾ താങ്കൾ പറഞ്ഞയച്ച ബിനാമിയുടെ മറുപടി എന്താണ് അറിയോ? അല്ല, ഉമർ മൗലവി ഇപ്പുറത്ത് സൃഷ്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി മുഖപുരയിൽ സൃഷ്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. അത് മൂപ്പര് വായിച്ച 39-ാമത്തെ പേജ് നോക്ക. ഇവിടുത്തെ സന്ദേഹ നിവാരണത്തിന് വേറെ ഒരു മാർഗമുണ്ട് കേട്ടല്ലോ. മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് മനുഷ്യർ പരസ്പരം സഹായിക്കുമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. അത് നിർത്തിയിട്ട് പിന്നെ കണ്ടോ, അപ്പോ മനുഷ്യരെ കൊണ്ട് പറ്റാത്തത് പിന്നെ അള്ളാഹിനെ കൊണ്ടേ പറ്റുള്ളൂ.
അപ്പൊ അതിൽ മൂപ്പര് ആഗ്രഹിച്ചത് എന്താ, മൂപ്പര താല്പര്യം എന്താണ്? അത് വേറെ പടപ്പുകൾ എന്ന് പറയാൻ പറ്റൂല, വേറെ സൃഷ്ടികൾ എന്ന് പറയാൻ പറ്റൂല. അത് ശരി. അപ്പൊ ഇനിയിപ്പോ ഈ ആനയും ചിലപ്പോ ആനനൊക്കെ ഉപയോഗിക്കേണ്ടി വരും, അതേപോലെ നായകൾ ഉപയോഗിക്കേണ്ടി വരും, ചില സമയത്ത് വണ്ടി ഇപ്പൊ ഒരു സൃഷ്ടിയാണല്ലോ, ആ വണ്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എവിടെ വരിക? ഇതൊക്കെ മനുഷ്യൻ എന്നുള്ള ഗണത്തിലാണോ വരിക? അതല്ല അതിന് സൃഷ്ടികൾ നിന്ന് പടപ്പുകൾ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലേ? അത് ഒരു പറയട്ടെ. കേട്ടല്ലോ, ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ അതിന്റെ ബാക്കി പിന്നീണ്ട്. അത് വായിച്ചാൽ അവരുടെ മുഴുവൻ വാദങ്ങളും പൊളിയും. അതൊന്നും വായിക്കാതെ അവിടേക്ക് ആനനെ കൊടുന്നു, വല്ല നായനെ കൊടുന്നു, അതുപോലെ തന്നെ വണ്ടിനെ കൊടുന്നു. നായനെ നമ്മൾ ഉപയോഗിക്കലുണ്ടല്ലോ, ആനയെ നമ്മൾ ഉപയോഗിക്കലുണ്ടല്ലോ. ആനയോടും നായയോടും സഹായം തേടലില്ല. ബിനാമി മനസ്സിലാക്കണം. TK അഷ്റഫെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ആനയെയും നായയെയും ഉപയോഗപ്പെടുത്തുകയാണ്. ആ സാധു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വണ്ടിയും ഉപയോഗിക്കുകയാണ്. നമ്മളെ വിഷയം എന്താണ്? വിഷയത്തിൽ നിന്ന് കുതറി മാറുന്നതിൽ ഫൈസൽ മുസ്ലിയാരുടെ വലത്ത് വെച്ച് കെട്ടാൻ പറ്റിയ ആളാണ് ഈ ചങ്ങായി. അഷ്റഫ് കണ്ടെത്തിയത് നല്ല ടീമാ, നല്ല ടീമിനെ കണ്ടെത്തിയത്. നമ്മളുടെ വിഷയം മനുഷ്യ കഴിവിനപ്പുറത്ത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറ്റൂല എന്നുള്ളതാ. അപ്പൊ അവിടെ നിങ്ങൾ മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നുള്ളത് മാറ്റിയിട്ട് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് എന്നാക്കി മാറ്റി. അതിൽ ഇസ്ലാമിൽ വല്ല തെളിവുണ്ടോ അല്ലേ എന്നുള്ളതാണ് നമ്മളെ വിഷയം. ആ തെളിവിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഉദ്ധരിച്ചത്. അപ്പൊ മുഖവുരയിൽ അപ്പുറത്ത് ഇങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ശരിയാണ്. മുഖവുരയിൽ ഉമർ മൗലവിയുടെ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതും അദൃശ്യവുമായ മാർഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ പറഞ്ഞതുകൊണ്ടാണ് മുഖവുര കഴിഞ്ഞ് ഈ പുസ്തകത്തിൽ 18-ാമത്തെ പേജിലാണ്. മുഖവുര കഴിഞ്ഞിട്ട് 39-ാമത്തെ പേജിൽ ഉമർ മൗലവി കൃത്യമായി പറയുന്നു, ഇവിടത്തെ സന്ദേഹ നിവാരണത്തിന് TK അഷ്റഫിനും ടീമിനും സന്ദേഹമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ഉമർ മൗലവി പറയുന്നു ആ നിവാരണത്തിന് വേറെ ഒരു മാർഗമുണ്ട്. എന്തെങ്കിലും പൊട്ടത്തരം പറയണ്ട. എന്താ മാർഗം? മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യമുണ്ട്, കഴിവിൽപ്പെടാത്ത കാര്യങ്ങളുണ്ട്. രോഗത്തിന് ചികിത്സ നൽകുക എന്നത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതാ, ഡോക്ടർ കഴിവിൽപ്പെട്ടതാ. പക്ഷെ രോഗം ശിഫയാക്കി നൽകുക എന്നുള്ളത് ആരുടെ കഴിവിൽപ്പെട്ടതല്ല? മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. അപ്പം മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യം രോഗത്തിന് ചികിത്സിക്കലാണ്. എന്നാൽ രോഗം ശിഫയാക്കുക എന്നത് മനുഷ്യന്റെ ഡോക്ടറുടെ കഴിവിൽപ്പെട്ടതല്ല. അപ്പം അങ്ങനെ ഉണ്ടല്ലോ. അതായത് മനുഷ്യർക്ക് പരസ്പരം സഹായിക്കാമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. അതാണ് മർമ്മം. മനുഷ്യർക്ക് പരസ്പരം സഹായിച്ചാലും നിറവേറാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അഥവാ മനുഷ്യ കഴിവ് അവസാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറത്ത് റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ഈ അടിത്തറയെ നിങ്ങൾ ഇളക്കി നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നുള്ളിടത്ത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് എന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നിടത്തൊക്കെ നിങ്ങൾ കൊണ്ടുപോയത്. ഉമർ മൗലവി അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ അതിനെ കണിശമായി എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കും, അതിൻ്റെ 39-ാമത്തെ പേജിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി 20-ാമത്തെ പേജിലുള്ളത് മൂപ്പരൊന്ന് വായിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ബാക്കി കാര്യം പിന്നെ പറയാം. യഥാർത്ഥ മഴ തരാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. അപ്പൊ ഈ പാരഗ്രാഫിൽ തന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞെടുത്ത് തന്നെ എന്താക്കിയിട്ടുണ്ട്? വേറെ ആർക്കും കഴിയില്ല എന്ന് പച്ചയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞെടുത്ത് തന്നെ വേറെ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, വേറെ ആർക്കും കഴിയില്ലല്ലോ. അഥവാ മനുഷ്യ കഴിവിനപ്പുറത്ത് നമ്മെ സഹായിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അവിടെ മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നതാണ്, അവിടെയാണ് പ്രശ്നം. ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം. ജിന്നിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റൂല, ഷിർക്കാണ്. മലക്കിനോട് ചോദിക്കാൻ പറ്റുമോ? ഷിർക്കാണ്. മനുഷ്യ കഴിവിനപ്പുറത്ത്
അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, മഹാന്മാരോട്, മുനിമാരോട്, മഹർഷിമാരോട്, ദിവ്യന്മാരോട്, മനുഷ്യ കഴിവിനപ്പുറത്ത് ഇവരോടൊക്കെ ചോദിച്ചാൽ അത് ശിർക്കാണ്. കാരണം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള തേട്ടം, അതാണ് പ്രാർത്ഥന. ഇനി ആ 39-ാമത്തെ പേജ് തന്നെ പിന്നെ ഉമർ മൗലവി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് അറിയാം നിങ്ങൾ? അപ്പോൾ ചികിത്സയെ സംബന്ധിച്ച് ഡോക്ടറോടും ആശുപത്രി നടത്തുന്നവരോടും അവരുടെ കഴിവിൽപ്പെട്ട വിഷയങ്ങളിൽ സഹായം തേടുന്നതിൽ വിരോധമില്ല. മനുഷ്യൻ്റെ കഴിവിൻ്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ, മനുഷ്യൻ്റെ കഴിവിൻ്റെ മേഖലക്കപ്പുറത്ത് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, മറ്റാരോടും പാടില്ല. ഈ നിലയിൽ ചിന്തിച്ചാലും സന്ദേഹ നിവാരണമുണ്ടാകും. ഏതായാലും ഈ 2 വാക്യങ്ങൾക്ക് വിപരീതം ചെയ്താൽ ആൾ കാഫിറായതു തന്നെ. വയ്യാക്ക നഅ്ബുദു വയ്യാക്ക നസ്തഈൻ എന്നതിന് വിപരീതം ചെയ്താൽ ആള് കാഫിറായതു തന്നെ എന്നാണ് എന്ത് ചെയ്യുന്നത്? കൃത്യമായി ഉമർ മൗലവിയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മനുഷ്യ കഴിവ് സൃഷ്ടികളുടെ കഴിവ്. ഇനി വീണ്ടും ഉരുളുകയാണ് ഈ ചങ്ങായി. എന്താ ഉരുളുന്നത് അറിയാം നിങ്ങൾ? സൃഷ്ടികൾ എന്നത് മനുഷ്യനിലേക്ക് മാത്രം ഒതുക്കുകയാണ്. എന്നിട്ട് മൂപ്പരവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്തിനാ അറിയോ? വലക്കും പാന്ത് വെച്ചുകൂട്ടിയാൽ മാതിരിയാ. ഉദാഹരണമെങ്കിലും ഒത്തുവരണ്ടേ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആയത്ത് ഓതിയിട്ടൊരു പെണ്ണ് പറയാണ്, ഈ യാ അയ്യുഹല്ലദീന ആമനു എന്നതിൽ ഞങ്ങൾ പെടൂലല്ലോ, ആണുങ്ങളെ പെടുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ അലിമദനി പറഞ്ഞതെന്ന് കേട്ടി നോക്കിയിട്ട്. ഇപ്പോ സൃഷ്ടികൾ എന്നത് മനുഷ്യനിലേക്ക് മാത്രം ഒതുക്കുകയാണെങ്കിൽ ഇപ്പൊ ഖുർആനിൽ കാണാം യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന വിളി ഖുർആനിൽ കാണാം. അപ്പോ ഇത് കേൾക്കുമ്പോ ഒരു പെണ്ണ് പറയാ, അല്ലെങ്കിൽ ഒരു കൂട്ടം പെണ്ണുങ്ങൾ പറയാ, അതിപ്പോ ആമനു എന്നല്ലേ പറഞ്ഞത്, അവിടെ ആണുങ്ങളല്ലേ വിളിച്ചത്, അതുകൊണ്ട് ആ വിഷയം ഞങ്ങൾക്ക് തോന്നുകയാണ് ഞങ്ങളെ പറ്റിയല്ല, അവിടെ ആമനു എന്നല്ലേ, അവിടെ മുഅ്മിനാത്തുകളെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളെ പറ്റിയല്ല എന്ന് കരുതി നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കാൻ എന്ന് എങ്ങനെ ഉണ്ടാവും? നല്ല ഉദാഹരണമാണ്. എന്തെങ്കിലും ഒരു മാച്ച് വേണ്ട ഉദാഹരണം പറയുമ്പോൾ. സൃഷ്ടികൾ എന്നത് മനുഷ്യനിലേക്ക് മാത്രം ഒതുക്കുകയാണ് എന്നാണ് മൂപ്പര് പറയണേ. അതല്ല വിഷയം. വിഷയത്തെ മർമ്മത്തിൽ നിന്ന് മാറ്റുകയാണ്. സൃഷ്ടികൾ എന്നത് മനുഷ്യൻ മാത്രമല്ല പെടും, എല്ലാവരും പെടും. അള്ളാഹിൻ്റെ സൃഷ്ടികളൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ പെടും. മനുഷ്യ കഴിവിനപ്പുറത്ത് ആരോട് ചോദിക്കണം? ഇവിടെയാണ് മർമ്മം. ആ മർമ്മത്തിൽ നിന്ന് വീണ്ടും വഴിതെറ്റിക്കാൻ വേണ്ടി സൃഷ്ടികൾ എന്നത് മനുഷ്യനിലേക്ക് മാത്രം ഒതുക്കുകയാണ് എന്ന കളവ് പറയുന്നു. എവിടെ പറഞ്ഞത്? ടി കെ അഷ്റഫ് മറുപടി പറയണം. സൃഷ്ടികൾ എന്നതിനെ മനുഷ്യരിലേക്ക് മാത്രമായി എവിടെയാണ് ഒതുക്കിയിട്ടുള്ളത്? അടുത്ത പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിശദീകരിക്കണം. എവിടെയെങ്കിലും KNM മർക്കസു ദഅവയുടെ പ്രവർത്തകരോ പ്രാസംഗികരോ പണ്ഡിതന്മാരോ ആരെങ്കിലും സൃഷ്ടികൾ എന്നാൽ മനുഷ്യർ മാത്രമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ടി കെ അഷ്റഫെ, കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ശിർക്കൻ വിശ്വാസത്തെ ഞങ്ങൾ എടുക്കുകയും അതിനെ തകർക്കുകയും ചെയ്തപ്പോൾ അതിനെ മറച്ചു വെക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. വിഷയത്തിന്റെ മർമ്മം എന്താ? മനുഷ്യ കഴിവിനപ്പുറത്ത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ ഏതെങ്കിലും സൃഷ്ടിയോട് സഹായം തേടാൻ പറ്റുമോ എന്നുള്ളതാ. മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പറ്റൂല. മനുഷ്യ കഴിവിനപ്പുറത്ത് റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. എന്നിട്ട് അവിടെ ഒരു യോജിപ്പില്ലാത്ത യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞു കൊണ്ടുവന്നിട്ട് പൊട്ടത്തരം പറയാന്നല്ലാതെ. ഇനി ആലോചിച്ച് നോക്ക്, ഫൈസൽ മുസ്ലിയാരുടെ ഈ പുസ്തകം വായിച്ച് ഇതിലുള്ള തട്ടിപ്പ് ഓരോന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അപ്പൊ അവിടെ ഒന്ന് മെല്ലെ തോണ്ടിപ്പോയിട്ടുണ്ട്, മെല്ലൊന്ന് തോണ്ടിപ്പോയിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ അയാളുടെ ആ ഭാഗം ഒന്ന്. ഇതാണ് ആ പുസ്തകം, ഫൈസൽ മൗലവി എഴുതിയ പുസ്തകം. എല്ലാവർക്കും അറിയാം, എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. തൗഹീദ് നന്നായി പഠിക്കാൻ പറ്റുന്ന പ്രാമാണിക പുസ്തകമാണ്. വാങ്ങിയാണ് വായിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ കേടും തീരും. ശരി, വക്കം മൗലവിയുടെ വാക്ക് അഥവാ തൗഹീദ് നിർവചനങ്ങളിലൂടെ 26-ാമത്തെ പേജിൻ്റെ 2ാമത്തെ എഡിഷൻ, നാളെ പേജ് മാറി എന്ന് പറയേണ്ട, ഇത് എഡിഷൻ വേറെയാണ്. 26-ാമത്തെ പേജ് തൗഹീദ് നിർവചനങ്ങളിലൂടെ. അപ്പൊ എന്താ, ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ നിലപാടാണ് ക്രോഡീകരിച്ചത്. അതിലാദ്യം വക്കം മൗലവി, അവിടെ നിന്നാണ് ഇവർക്ക് പൊള്ളുന്നത്. വക്കം മൗലവിയുടെ
ആ ഭാഗം 1-2 പാരഗ്രാഫ്, ഒരു വലിയ പാരഗ്രാഫും ഒരു ചെറിയ പാരഗ്രാഫും. എന്നിട്ട് ആ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ നടുവ് ഏകദേശം ഒരു 1/4 ഭാഗം കഴിഞ്ഞിട്ട് ഇയാൾ വായിക്കണം. അതിനാൽ നമ്മുടെ ശക്തിയിൽ അടങ്ങിയതൊക്കെ നാം പ്രവർത്തിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ ശരിപ്പെടും. ഇങ്ങനെ വായിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? മൂപ്പർക്ക് മനുഷ്യൻ കണ്ടോ, നമ്മുടെ ശക്തിക്കപ്പുറമുള്ളതിൽ സർവശക്തനായ. അപ്പൊ നമ്മുടെ ശക്തിക്കപ്പുറം കണ്ടോ, മനുഷ്യ ശക്തിക്കപ്പുറത്തുള്ളതാണ് ഈ പറയണത്. അത് തന്നെ മുഴുവൻ വായിച്ചില്ല മൂപ്പര്. ഇതന്നെയാണ് ആ പുസ്തകം തൗഹീദ് നിർവചനങ്ങളിലൂടെ. ഇത് വായിച്ചാൽ കേട് തീരെയല്ല ചെയ്യുക, കേടാകുക ചെയ്യാൻ. അസ്സൽ കേടാവും, ഷിർക്കിലും കുഫറിലും അകപ്പെടും. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹ് അയാൾക്ക് നിഷിദ്ധമാക്കും. ആ രീതിയിൽ കേടുവരും. നോക്കൂ, തൗഹീദ് നിർവചനങ്ങളിലൂടെ പറയുന്നിടത്ത് അയാൾ പറഞ്ഞ ഞാൻ വായിച്ച ഭാഗം ഞാൻ വായിച്ചുതരാം. അത് തന്നെ മുഴുവൻ വായിച്ചിട്ടില്ല. അതിനാൽ നമ്മുടെ ശക്തിയിൽ അടങ്ങിയതൊക്കെ നാം പ്രവർത്തിക്കുകയും, നമ്മുടെ ശക്തി, മനുഷ്യന്റെ ശക്തിയിൽ അടങ്ങിയതൊക്കെ നാം പ്രവർത്തിക്കുകയും, നമ്മുടെ പ്രവർത്തികൾ ശരിപ്പെടുത്തുന്നതിനും ഫലവത്താകുന്നതിനും നമ്മളാൽ കഴിയുന്നിടത്തോളം പരിശ്രമിക്കുകയും അന്യോന്യം സഹായിക്കുകയും നമ്മുടെ ശക്തിക്കപ്പുറമുള്ളതിൽ സർവശക്തനായ അല്ലാഹു തആലയെ ആശ്രയിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ആ വിഷയത്തിൽ അവനോട് മാത്രം സഹായത്തെ അപേക്ഷിക്കുകയല്ലാതെ മറ്റാരോടും അപേക്ഷിക്കരുത്. ഞാൻ അത് മാത്രം വായിക്കാൻ കാരണം എന്താ? ഇതാണ് മർമ്മം. നമ്മളുടെ വിഷയത്തിൻ്റെ മർമ്മതാണ്. വിഷയത്തിൻ്റെ മർമ്മം എന്താ? ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പറയുന്നു, മുജാഹിദുകൾ പറയുന്നു, എന്താണ് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ റബ്ബിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന്. വേറൊരു പടപ്പിനോടും സഹായം തേടാൻ പാടില്ല. അത് കൃത്യമായി വക്കം മൗലവിയും പറഞ്ഞിട്ടുണ്ട് എന്നാ. അതിനാണ് ഈ ഭാഗം വായിച്ചത്. അഥവാ നമ്മുടെ ശക്തിക്കപ്പുറമുള്ളതിൽ സർവശക്തനായ അല്ലാഹു തആലയെ ആശ്രയിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ആ വിഷയത്തിൽ അവനോട് മാത്രം സഹായത്തെ അപേക്ഷിക്കുകയല്ലാതെ മറ്റാരോടും അപേക്ഷിക്കരുത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഞങ്ങളോ ഇയ്യാക നസ്തഈൻ എന്നതിന് സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്ത് എന്നാക്കി വിസ്ഡം. അപ്പൊ വിസ്ഡമിനെതിരാണ് വക്കം മൗലവി എന്നാണ് നമ്മൾ കൃത്യമായി പറഞ്ഞത്. ഞങ്ങൾക്കെതിരല്ല വക്കം മൗലവി എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് അത് കോട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ആദ്യ പാരഗ്രാഫിലെ ഭാഗം മൂപ്പര് വായിക്കുന്നുണ്ട്. ഒന്ന് കേട്ടു കേട്ടെ. തുടക്കം മുതൽ വായിക്കോ പരിഹാരമാവൂല. കേട്ടോളി. അല്ലാഹു തആലയെ അല്ലാതെ മറ്റാരെയും, അലിമതിന് പറയണം, മറ്റാരെയും എന്നത് മനുഷ്യൻ മാത്രമാണോ? ഇനി അങ്ങനെ വായിച്ചു വരുന്നു. അതിൽ മറ്റാർക്കും പങ്കില്ല. മറ്റാർക്കും പങ്കില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണോ? ജിന്നിന് പങ്കുണ്ടോ? മലക്കിന് പങ്കുണ്ടോ? മരത്തിന് പങ്കുണ്ടോ? നിങ്ങൾ പറയണം. കാരണം നിങ്ങൾക്ക് വെറും മനുഷ്യനാണല്ലോ. ബാക്കി പടപ്പുകൾ പറ്റൂല, ഒക്കെ മനുഷ്യൻ. തീർന്നില്ല. കേട്ടോളിയും. മറ്റു യാതൊരുത്തരോടും യാതൊന്നിനോടും സഹായത്തെ അപേക്ഷിക്കാതിരിക്കുവാനും. കണ്ടോ, മറ്റു യാതൊന്നിനോടും മറ്റു യാതൊരുത്തരോടും. ഇത് മനുഷ്യൻ മാത്രമാണോ? അപ്പൊ എവിടുന്ന നിങ്ങൾ വരുന്നത്? ഇതാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഒരു വാലെടുക്കും, അതിന്റെ ഉടലും തലയൊക്കെ അവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണ്ട. അപ്പൊ കേട്ടല്ലോ. അപ്പം മറ്റാരെയും എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യൻ മാത്രമാണോ പെടുക? മനുഷ്യൻ മാത്രമാണോ ജിന്ന് പെടുവോ പെടൂല എന്നുള്ളതല്ലല്ലോ തർക്കം. മനുഷ്യ കഴിവിന് അപ്പുറത്ത് ആരോട് സഹായം തേടണം എന്നുള്ളതാണ് തർക്കം. അതങ്ങൾ പറയേണ്ടത്. ഇവിടെ വക്കം മൗലവി എന്താ പറയുന്നത്? അല്ലാഹു തആലയെ അല്ലാതെ മറ്റാരെയും ഒന്നിനെയും ഇബാദത്തിന്റെ നിലയിൽ വണങ്ങരുതെന്ന് അവൻ നമ്മളോട് ശാസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇത് തർക്കമില്ലല്ലോ. തർക്കം എവിടെയാണ്? ടി കെ അഷ്റഫ്, എവിടെയാണ് തർക്കം? ബിനാമിയായി പറഞ്ഞയച്ച ആളോട് കൃത്യമായിട്ട് പറയണം. തർക്കം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങളിൽ അല്ലാത്തവരോട് തേടാൻ പറ്റുമെന്നാ. അപ്പൊ മറ്റാരെയും എന്ന് പറഞ്ഞതിൽ മനുഷ്യനല്ലാത്തവർ പെടൂല എന്നുള്ള ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? യാതൊന്നിനോടും എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യനല്ലാത്തവർ പെടൂല എന്നുള്ളതിൽ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അതും വിഷയവുമായി ഒരു ബന്ധവുമില്ല. വിഷയം എവിടെയാണ്? മനുഷ്യ കഴിവിനപ്പുറത്ത് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറ്റുമോ പറ്റൂല എന്നാ.
പറ്റില്ല എന്ന് വക്കം മൗലവി രണ്ടാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറഞ്ഞതാണ് നമ്മൾ വായിച്ചത്. മുകളിലെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അല്ലാഹു തആല അല്ലാതെ മറ്റാരെയും ഒന്നിനെയും ഇബാദത്തിന്റെ നിലയിൽ വണങ്ങരുതെന്ന് അവൻ നമ്മോട് ശാസിച്ചിരിക്കുന്നു. ഉറപ്പന്നല്ലേ? ഒരാളെയും വണങ്ങാൻ പാടില്ല. ഇബാദത്ത് എന്ന നിലയിൽ മനുഷ്യനെ വണങ്ങാൻ പാടില്ല, ജിന്നിനെ വണങ്ങാൻ പാടില്ല, മലക്കിനെ വണങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ആരെയും വണങ്ങാൻ പാടില്ല. വണങ്ങാം എന്നിടത്തേക്ക് നിങ്ങൾ വരുന്നു. ജിന്നുകൾക്കും മലക്കുകൾക്കും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നിടത്തേക്ക് നിങ്ങൾ എത്തി. അപ്പം വക്കം മൗലവി ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞു നടക്കണ്ട, വക്കം മൗലവി നിങ്ങൾക്കെതിരാണ്. അപ്പം ടി കെ അഷ്റഫ് ബിനാമിമാരെ പറഞ്ഞയക്കുമ്പം കൃത്യമായി വിഷയം പഠിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞയക്കേണ്ടത് എന്ന് ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ അതിൻ്റെ തൊട്ടു മുമ്പുള്ള പ്രോഗ്രാമിൽ ഈ മനുഷ്യൻ പ്രസംഗിച്ചതിന് തന്നെ നമ്മൾ ഒരു കാര്യം അയാളോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അഥവാ അയാൾ പറഞ്ഞത് ഇനി ഒരു ആയത്ത്, ഒരു 3 കാര്യങ്ങളുള്ള ആയത്ത് അങ്ങോട്ട് എന്നാണ്. എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു മക്കയിലെ മുശ്രിക്കുകളാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റു ബാധിച്ചു എന്ന വാദം ഉന്നയിച്ചത്. അപ്പൊ ആ സിഹ്റു ബാധിച്ചു എന്ന വാദം ഉന്നയിച്ച ആ ആരോപണം നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെ നബിക്കു സിഹ്റു ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നബി മാരണക്കാരനാണ്, സാഹിറാണ്, നബി ഭ്രാന്തനാണ്, നബി ജ്യോത്സ്യനാണ്, നബി കവിയാണ് എന്നു പറഞ്ഞാൽ ഈ 5 ആരോപണങ്ങൾ നബിയുടെ പേരിൽ ആരെങ്കിലും ഉന്നയിച്ചാൽ ഓ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സൂറത്തു ഇസ്രായിലെ 48-ാമത്തെ ആയത്തിന് അമാനി മൗലവി നൽകിയ വിശദീകരണം വായിച്ചോളി. ഇയാളെ ഇടക്ക് പറഞ്ഞിട്ടുണ്ട് ഇബലി പറയുന്ന പുസ്തകം നിങ്ങൾ എവിടെയും കാണൂലട്ടോന്ന്. ഞങ്ങൾ പറയുന്ന എല്ലാ പുസ്തകവും മുജാഹിദുകളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അമാനിന്റെ പരിഭാഷയല്ലേ, നിങ്ങൾ പോയി വായിച്ചു നോക്കി, വിശുദ്ധങ്കാരെടുത്ത് പഠിക്ക്, നിങ്ങളെ പള്ളിയിലുണ്ടാവുമല്ലോ. അവിടെ സൂറത്തു ഇസ്രായിലെ 47-48 ആയത്തിന് വിശദീകരണം നൽകുമ്പോൾ ഉള്ളൂർ കൈഫൽ അറബൂലക്കൽ അംസാൽ ഫലല്ലു ഫലാ യസ്തതിഉന സബീല എന്ന 48-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ആ ആയത്തിന്റെ പരിധിയിൽ പ്രവാചകനെതിരെ 5 ആരോപണങ്ങൾ ഉന്നയിച്ചവർ ഉൾപ്പെടുമെന്ന് അമാനി മൗലവി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. 48-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് എന്താ നിങ്ങൾക്കത് വായിക്കാനൊക്കെ ചെറിയ മടി? അതുപോലെ തന്നെ ഉമർ മൗലവിയും ആ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഉമർ മൗലവിയും പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ യമാനി മൗലവിയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2-ാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 2-ാമത്തെ വചനം ഏതാണ്? ഉള്ളൂർ കൈഫൽ അറബൂലക്കൽ അംസാൽ ഫലല്ലു ഫലാ യസ്തതിഉന സബീല. ഈ ആയത്തിന്റെ പരിധിയിൽ ഈ 5 ആരോപണം പെടും. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ആ ബിനാമി ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. വേറൊരു ആയത്തുണ്ടല്ലോ, എന്താ 3 കാര്യങ്ങൾ അതിൽ പെടുന്നുണ്ട്. മൂപ്പര ചോദ്യം തന്നെ ഒന്നാണ് കേട്ടോളി. 3 കാര്യങ്ങൾ വരുന്ന ഒരായത്ത് അങ്ങിട്ട് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു യഅകുലു ത്വആം. ആര്? മക്കത്തെ മുശ്രിക്ക് പറയാണ് ഭക്ഷണം കഴിക്കുന്ന റസൂൽ. അത് ആരോപണമാണ്. ശരി, ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു. എന്താ നിങ്ങൾ പറയാ? അതവിടെ പറയേണ്ടത്. ഇനിയോ വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകൻ എന്ന് ആരോപണമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നാർത്ത് വിളിച്ച് അങ്ങാടിയിലൂടെ നടന്നില്ലേ? ഈ ഹദീസിനെ നിങ്ങൾ എടുക്കുമോ തള്ളുമോ പറയണം. അതുകൊണ്ട് തീർന്നില്ല. ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ ഫയകൂനു മഅഹു നദീറാ. എന്താ ഒരു മലക്ക്? പ്രവാചകനാണെങ്കിൽ ഒരു മലക്ക് ഇറങ്ങി വരണ്ടേ എന്ന് ആരോപണമായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ മലക്ക് വന്നിട്ടില്ലേ? ഈ ആയത്ത് വെച്ചിട്ട് ഈ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളെ എടുത്തു കാട്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിങ്ങൾ തള്ളുമോ കൊള്ളുമോ പറയണം. അത് പറയുമ്പോഴാണ് ആ ആയത്ത് ഓതിയിട്ട് സിഹറിന്റെ ഹദീസിനെ തള്ളലിൽ എന്തെങ്കിലും ഉണ്ടാകുള്ളൂ. അപ്പോ സിഹറിന്റെ ഹദീസ് ആ റിപ്പോർട്ടിനെ നമ്മൾ തള്ളുന്നത് പരിശുദ്ധ ഖുർആനിനെതിരാണ്.
ഈ പറയപ്പെട്ട ഉള്ളൂർ കൈഫൽ അറബുലക്കൽ അംസാൽ ഫൽ അല്ലു ഫല യസ്തീന സബീല എന്നടക്കമുള്ള 47-48 ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സിഹ്റിൻ്റെ ഹദീസ് മാറ്റിവെക്കുന്നത്. അപ്പോൾ അത് മാറ്റിവെക്കണമെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിലതൊക്കെ തള്ളേണ്ടി വരൂലേ? എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? എന്താണ്? മാലി ഹാദർ റസൂൽ യൗകുലു തആം. ഇത് എന്തു പ്രവാചകനാ? ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ അല്ലേ? അപ്പോൾ പ്രവാചകൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് മുശ്രിക്കുകൾ പറഞ്ഞില്ലേ? അപ്പോൾ എന്നാൽ പ്രവാചകൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പം മാലി ഹാദർ റസൂൽ യൗകുലു തആം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് മുശ്രിക്കുകൾ പറഞ്ഞത് ഒരു ആരോപണമായിട്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ പ്രവാചകൻ ആരാവാതിരിക്കണം? ഭക്ഷണം കഴിക്കാത്തവനാവണം എന്നതാണ് അവരുടെ വാദം. അതാണല്ലോ. ഇത് പ്രവാചകനല്ല. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഭക്ഷണം കഴിക്കരുത് എന്നതാണ് അവരുടെ വാദം. ആ വാദത്തെ തള്ളി ഇസ്ലാം. ഇതുപോലെ സിഹ്ർ ബാധിച്ച പ്രവാചകൻ എന്ന് ഇവർ പറഞ്ഞു. സിഹ്ർ ബാധിച്ചിട്ടില്ല എന്ന് പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഭക്ഷണം പ്രവാചകൻ കഴിക്കരുത് എന്നാണ് ഇവരുടെ വാദം. പ്രവാചകൻ ഭക്ഷണം കഴിക്കുമെന്ന് സൂറത്ത് ഫുർഖാനിലെ 20-ാമത്തെ ആയത്തിൽ തന്നെ ഉണ്ട്. ഹദീസിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൗകുലു തആം. പിന്നെ അടുത്തത് വയംശി ഫിൽ അസ്വാഖ്. പ്രവാചകൻ അങ്ങാടിയിൽ കൂടെ നടക്കുന്നു. അപ്പൊ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആർത്തു വിളിച്ച് പ്രവാചകൻ നടന്നില്ലേ? അങ്ങാടിയിൽ ഇറങ്ങിയില്ലേ എന്നാ ചോദ്യം. ആ പ്രവാചകൻ അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കാരണം മക്ക മുശ്രിക്കുകൾ വാദിച്ചത് എന്താണ്? പ്രവാചകനാണെങ്കിൽ അങ്ങാടിയിൽ ഇറങ്ങരുത് എന്നാണ് മക്ക മുശ്രിക്കുകളുടെ വാദം. ആ വാദത്തെ ഖണ്ഡിച്ചു പ്രവാചകൻ അങ്ങാടിയിൽ ഇറങ്ങി. ബിനാമി എന്താ പഠിക്കാത്തത്? കുറച്ച് ഒരു ആവറേജ് ബുദ്ധി എന്നെങ്കിലും വേണ്ടേ? പ്രവാചകൻ അങ്ങാടിയിൽ ഇറങ്ങരുത് എന്നതാണ് ശത്രുക്കളുടെ ആവശ്യം. പ്രവാചകൻ അങ്ങാടിയിൽ ഇറങ്ങി. ശത്രുക്കൾ പറഞ്ഞതിന് നേരെ എതിര്. ഇനി അടുത്തതോ ലൗലാ ഉൻസില അലൈഹി മലക്കും ഫയക്കൂന മഅഹു നദീറ. എന്താ പ്രവാചകന്റെ കൂടെ ഒരു സെക്യൂരിറ്റിയായി, ഒരു മുന്നറിയിപ്പുകാരായിട്ട് മലക്ക് ഉണ്ടാവാത്തത്? അപ്പൊ അവരുടെ വാദം എന്താ? മക്ക മുശ്രിക്കുകളുടെ വാദം മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ ഒരു മലക്ക് സെക്യൂരിറ്റി ആയിട്ട് വേണമെന്നാണ്. മലക്ക് വേണമെന്നാണ് അവരുടെ വാദം. ഇല്ല, പ്രവാചകൻ അങ്ങാടിയിൽ ഇറങ്ങിയപ്പോഴൊന്നും മലക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കുന്നതാണ് നിങ്ങളുടെ ഈ കണ്ടുപിടുത്തം. മാത്രമല്ല സൂറത്ത് ഫുർഖാനിലെ തന്നെ 20-ാമത്തെ ആയത്ത് വായിച്ചു നോക്ക്. വമാ അർസൽന ഖബലക മിനൽ മുർസലീൻ. നിനക്ക് മുമ്പ് പ്രവാചകന്മാരെ നാം നിയോഗിച്ചയച്ചിട്ടില്ല. ഇല്ല അന്നഹും ല യഅ്കുലൂന തആമ. അവർ ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ. അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. വയംശൂന ഫിൽ അസ്വാഖ്. അവർ അങ്ങാടിയിൽ കൂടി നടക്കുന്നവരുമായിരുന്നു. അപ്പൊ പ്രവാചകനാണെങ്കിൽ ഭക്ഷണം കഴിക്കരുത്. അതാണ് ശത്രുവിന്റെ വാദം. അതിനെ ഖുർആൻ എതിർത്തു. പ്രവാചകൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സിഹ്ർ ബാധിച്ചവനാണ് പ്രവാചകൻ. ശത്രു പറഞ്ഞു. ശത്രുവിന്റെ വാദത്തെ ഖുർആൻ ഖണ്ഡിച്ചു. പ്രവാചകന് സിഹ്ർ ബാധിച്ചിട്ടില്ല. അങ്ങനെ വാദിക്കുന്നവൻ, സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവൻ പഴച്ചുപോയവനാണ്. അപ്പൊ ഇത് കാര്യം ഗ്രഹിക്കാതെയോ ഗ്രഹിച്ചിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്ന കാടമ്പൂച്ചയുടെ സ്വഭാവമാണ് ടി കെ അഷ്റഫെ നിങ്ങളുടെ ബിനാമി എടുക്കുന്നത്. അതുകൊണ്ട് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. എന്താണ് ഇതുമായി നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പറയണം. ഇനി ഈ പരിപാടിയിൽ പുതിയൊരു കണ്ടുപിടുത്തമുണ്ട്. എന്താ പുതിയ കണ്ടുപിടുത്തം എന്നറിയാം? മൂപ്പരുടെ പുതിയ കണ്ടുപിടുത്തം, ശത്രുക്കൾ പ്രവാചകനെതിരെ ആരോപിച്ച സിഹ്റും ലബീദ് ബിൻ അഹ്സം ജൂതൻ നബിക്കെതിരെ ചെയ്ത സിഹ്റും രണ്ടും രണ്ടാണത്ര. അതൊന്ന് തെളിയിക്കണം അടുത്ത പ്രോഗ്രാമിൽ. രണ്ടും രണ്ടാണെങ്കിൽ എന്താണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്നൊന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്? തെളിയിക്കേണ്ടതുണ്ട്. ലബീദ് ബിൻ അഹ്സമിനോട് സിഹ്ർ ചെയ്യിച്ചതും ഇവർ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് മുശ്രിക്കുകൾ തന്നെയാണ്. കുറച്ച് ചില്ലറ കൊടുത്തുകാണ്ട് ജൂതനായ ലബീദ് ബിൻ അഹ്സമിനോട് പറഞ്ഞത്രേ, ഇജ്ജ് ഭയങ്കര സാഹിറല്ലടാ, മാരണക്കാരനല്ലേ, ആ മുഹമ്മദിനെതിരൊന്ന് സിഹ്ർ ചെയ്യുമെന്ന്. അപ്പൊ ഈ രണ്ട് സിഹ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നെന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പം ഇസ്ലാമികമായി
എന്തൊക്കെ ആദർശം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ എതിരായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളുമാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇനി കട്ടുകേൾവിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ കൃത്യമായി അമാനി മൗലവിയുടേത് വായിച്ചിരുന്നു, തൊട്ടിട്ടില്ല. കണ്ണേറ് സൂറത്തു കലമിലെ 53-ാമത്തെ വചനം യാക്കൂബ് നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വായിച്ചിരുന്നു, തൊട്ടിട്ടില്ല. അങ്ങനെ പലതും എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വിട്ടുപോയിട്ട് അതൊന്നും സ്പർശിക്കാതെ പോയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് വായിക്കണം. ഇസ്തിംതാഴുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇസ്തിംതാഴ്, സൂറത്തു അൻആമിലെ 128-ാമത്തെ വചനം ഞങ്ങൾ കൃത്യമായി വായിച്ചിട്ടുണ്ട്, നിങ്ങളത് തൊട്ടിട്ടില്ല. അതൊക്കെ നാട്ടുകാർക്ക് കിട്ടാത്തതല്ല, അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് നിങ്ങൾ വായിച്ചു വിശദീകരിക്കേണ്ടതുണ്ട്. എന്നിട്ട് എന്താണ് ഇസ്ലാമിൻ്റെ ആദർശം എന്നാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതല്ലാതെ ഞങ്ങളും മുസ്ലിങ്ങളാണ് ഇസ്ലാമാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഷിർക്കൻ ആശയങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി റാക്കിമാരെയും റാക്കിച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന പണിയാണല്ലോ. ഇനി സാജിദ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സാജിദ്. ആ സാജിദ് തിരുരങ്ങാടി ഇവരുടെ ഏറ്റവും ടോപ്പ് പണ്ഡിതനായ ആ പണ്ഡിത സഭയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇവരുടെ ജാമിയ ഹിന്ദിയിൽ വെച്ച് പഠിപ്പിക്കുന്നത് ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ്. അഥവാ എങ്ങനെയാണ് കശ്ഫ് നടത്തുക എന്നതാണ് പഠിപ്പിക്കുന്നത്. 14 ട്ടോ, നമ്പർ 14 ഒന്ന് കേൾപ്പിച്ചു. അതിന്റെ ഏറ്റവും വലിയ റയീസാണല്ലോ ഞാൻ ഫൈസൽ മുസ്ലിയാർ അല്ലേ. ഞങ്ങൾക്ക് എനിക്ക് ഫസ്റ്റ് കശ്ഫിന്റെ ക്ലാസ് ഞങ്ങൾക്ക് എടുത്തതാണ് മൂപ്പരാ. നിങ്ങൾ ജാമ്യത്തിലെ കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളപ്പുറത്ത് രാജി മീറ്റിൽ വന്ന് പങ്കെടുത്ത ആൾക്കാരോട് ചോദിക്കേണ്ടി. ഇൽഹാമ്, റുഅ്യ, കശ്ഫ് കറാമത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് ഷാഫി മാമന്റെ കശ്ഫും മാലിക് മാമന്റെ കശ്ഫും പറഞ്ഞ് പഠിപ്പിച്ചത് ചിരിക്കരുത്. നിങ്ങൾ അത്ഭുതം കൂടിയിട്ട് അങ്ങനെ തന്നെയാണ് പിന്നീട് എന്ത് പറയുന്നത്, ഹാജറായ ജിന്നിനോട് ആ ജിന്നിന്റെ കയ്യിൽ പറ്റി ചോദിച്ച ശിർക്കല്ല. അതുകൊണ്ട് റുഖിയയുടെ വിഷയത്തിൽ ശരീരത്തിൽ ശൈത്താൻ ഹാജറായാൽ ആ ഹാജറായ സമയത്ത് മധുരമായ രോഗിയെ സഹായിക്കാൻ തൗഹീദിന്റെ നിയ്യത്തിൽ, അഥവാ ശിർക്ക് മോലിയാർ ചോദിച്ചാലും പണിക്കൽ ചോദിച്ചാലും ശിർക്ക് എന്താ ഹാജറായ ശൈത്താനോട് ശിർക്കിലാണോ, നമ്മൾ തൗഹീദിലാണ്, നമ്മൾ സലഫിയത്തിലാണ്. അതുകൊണ്ട് സലഫിയത്തിലുള്ള റാക്കിമാര് ആ നിയ്യത്തിൽ ഹാജറായ ജിന്നിനോട് ചോദിച്ചാൽ അത് ഒറ്റയ്ക്ക് ശിർക്കാന്ന് പറയാൻ പറ്റില്ല. ഇന്നവരെ ആരും ബന്ധിയാൽ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. കേട്ടല്ലോ. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാജിദ് തിരൂരങ്ങാടി ഇപ്പം അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തേടിയപ്പോൾ അവിടെ നടക്കുന്ന കള്ളികളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. റാക്കിമാരെയും റാക്കിച്ചിമാരെയൊക്കെ ഉണ്ടാക്കി ജിന്നടിച്ചിറക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതാണ്. ബാലുശ്ശേരി താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് പുത്തനത്താണിയിൽ വെച്ച് കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പരസ്യമായിട്ട് യൂട്യൂബിൽ ഇയാളുടെ പരിപാടി എമ്പാടും കിട്ടും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ ഭാഗം ഊന്നാൻ കാരണം എന്താ, കശ്ഫ് നടത്തുക. പണ്ട് ഖുറാഫികളും അതുപോലെ തന്നെ ഈ സൂഫികളൊക്കെ നടത്തിയിരുന്ന പരിപാടിയാണ് എന്ത്, കശ്ഫ് നടത്തുക. പരിശുദ്ധ ഖുർആനിനും തിരുചര്യക്കും എതിരായിട്ടുള്ള ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കുന്ന കാര്യമാണ് കശ്ഫ്. എന്താ കശ്ഫ്? രോഗിയായിട്ടുള്ള ഒരാൾക്ക് ജിന്ന് കൂടിയിട്ടാണ് രോഗമുണ്ടായത് എങ്കിൽ ആ ജിന്നിനെ ഹാലിറാക്കിയിട്ട് എന്ത് ചെയ്യുക, ജിന്നിനോട് സംസാരിക്കുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിപ്പിക്കുക. ഇതിനാണ് കശ്ഫ് എന്ന് പറയാം. അപ്പോൾ അത് ഹാലിറായ ജിന്നിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ കശ്ഫ് നടത്തുമ്പോൾ ഹാലിറായ ജിന്ന് പറഞ്ഞില്ലെങ്കിൽ രോഗിനെ അടിക്കൊക്കെ ചെയ്യാന്ന്. അടിക്കുമ്പം ജിന്നിനാണ് പറ്റുക, രോഗിക്കല്ല പറ്റുക എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമാണ്. ടി കെ അഷ്റഫ് കൃത്യമായി പറയണം. നിങ്ങളുടെ സംഘടന നടത്തുന്ന ഫൈസൽ മുസ്ലിയാർ ഡയറക്ടറായിട്ടുള്ള നിങ്ങളുടെ അരിമ്പ്രയിലെ കേന്ദ്രത്തിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇനി എനിക്ക് സംശയമുണ്ട്, നിങ്ങളുടെ പിന്നെ പെണ്ണുങ്ങൾക്കുള്ള കേന്ദ്രം ഉണ്ടല്ലോ പാണക്കാട് അടുത്ത്, അവിടെ റാക്കിച്ചികൾക്ക് ഇങ്ങനെ കശ്ഫ് പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായിട്ടുള്ള ഷിർക്കിലും കുഫറിലും അധിഷ്ഠിതമായ ഈ കശ്ഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മറുപടി പറയണം. അപ്പോൾ ടി കെ അഷ്റഫ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് മറുപടി പറയാൻ പറ്റിയ ആളുകളെ പറഞ്ഞയക്കണം. ബിനാമികളെ പറഞ്ഞയക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും വെറുതെ തുന്നിയിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ ആദ്യത്തിലേക്ക് മടങ്ങുകയാണ്. ആദ്യത്തിലേക്ക് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്.
പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ചിലപ്പോൾ അതിന് ഉത്തരം നൽകുമെന്ന ഫൈസൽ മുസ്ലിയാരുടെ ഷിർക്കൻ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് പറയണം. അവിടെ നിന്ന് തുടങ്ങണം. ബദിരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ, ശബരിമല ശാസ്താവെ കാക്കണേ, രോഗം മാറ്റിത്തരണേ, കുഞ്ഞിനെ നൽകണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ അള്ളാഹു ഉത്തരം നൽകും എന്നാണ് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. തെളിവ് ആയത്ത് സൂറത്ത് ഇസ്രായിലെ 20-ാമത്തെ ആയത്ത്. എന്തു പറയാനുണ്ട് TK അഷ്റഫിന്? ഇനി TK അഷ്റഫിന് പറ്റൂലെങ്കിൽ PN അബ്ദുൽ ലത്തീഫ് മദനിയോട് ചോദിച്ചിട്ട് മറുപടി പറയിക്കണം. നിങ്ങൾ പരിപൂർണമായി ഷിർക്കിലും കുഫറിലും അകപ്പെട്ടിരിക്കുന്നു. സാധാരണക്കാരായ വിഷ്ണൻകാര് ക്ഷമിക്കണം. ഇത്ര ഗൗരവത്തിൽ ഇത് പറയാൻ കാരണം വളരെ ഗുരുതരമായ ഷിർക്കൻ വാദങ്ങളാണ് ഇവർ ഇസ്ലാമിൻ്റെ പേരിൽ പഠിപ്പിക്കുന്നത്. നിങ്ങളിത് തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ട വിസ്ഡമിൻ്റെ സാധാരണക്കാരായ ആളുകൾ ഇവരോട് സലാം പറയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.